അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി കിടന്നതും അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളുടെ കൈ മെല്ലെ എടുത്ത് കൈത്തണ്ടയിലെ മുറിവിൽ ചുണ്ടുകൾ അമർത്തി. സോറി സോറി പറയാനുള്ള അർഹതയൊന്നും എനിക്കില്ല, എങ്കിലും അതല്ലേ ഇനി പറയാൻ പറ്റൂ. അവൻ അവളെ നോക്കി നിരാശയോടെ പറഞ്ഞു. സോറി ഒന്നും പറയേണ്ട കാര്യമില്ല. കോഫിയുടെ പൊള്ളലിന്റെ നീറ്റം സാറും അനുഭവിച്ചതല്ലേ. അപ്പൊ പിന്നെ നമ്മുടെ വേദനകൾ സമാസമമായി. അവൾ ഒരു ചമ്മലോടെ പറഞ്ഞു. താൻ ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും അല്ലല്ലോടോ. അവനൊന്ന് അമർത്തി മൂളിക്കൊണ്ട് പറഞ്ഞു. പിന്നെ ഞാൻ എന്തു വേണം? കുലസ്ത്രീയായി അഭിനയിക്കണോ? ഭർത്താവിന്റെ കാൽച്ചുവട്ടിൽ കിടക്കണോ? അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. കാൽച്ചുവട്ടിലൊന്നും കിടക്കണ്ട പൊന്നേ, എന്നെ കാൽച്ചുവട്ടിലിട്ട് ചവിട്ടി അരയ്ക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ് അവൻ കൈകൾ കൂപ്പി. അത് കണ്ടതും അവൾക്ക് ചിരി വന്നു. അവൾ ചിരിക്കാൻ തുടങ്ങി. ഇങ്ങനെ ചിരിക്കാതെടി പെണ്ണേ, നിന്റെ ചിരി കാണുമ്പോൾ എന്റെ കെട്ടെല്ലാം പൊട്ടിപ്പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ചുണ്ടുകളെ കവർന്നു. വന്യമായൊരു ചുംബനമായിരുന്നു അത്. അവന്റെ ചുംബനത്തിൽ അടിമപ്പെട്ട് അവളുടെ കണ്ണുകളും കൂമ്പിയടഞ്ഞുപോയി. കുറച്ചു കഴിഞ്ഞതും ഡോറിൽ ഉറക്കെ തട്ടുന്ന ശബ്ദം കേട്ടാണ് കാന്തിയും മഹാദേവും കണ്ണു തുറന്നത്. മഹാദേവാ, കാന്തി! അതുലിന്റെയും ജയശ്രീയുടെയുമാണ് ഈ ശബ്ദം. അയ്യോ മഹിയേട്ട, അവര് ഹോസ്പിറ്റലിൽ നിന്ന് വന്നു എന്നാ തോന്നുന്നത്, അവൾ അവനെ തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു. ഇത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്നും വന്നോ? ഉറക്ക ചടവോടെ അവൻ പറഞ്ഞു. ഇത്ര നേരത്തെയോ? മണി 3:30 കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവൾ ചാടി പിടഞ്ഞെഴുന്നേറ്റു. നോക്കിയപ്പോൾ വസ്ത്രങ്ങൾ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്നു. അവൾ ധൃതി പിടിച്ച് വസ്ത്രങ്ങളെല്ലാം ധരിക്കാൻ തുടങ്ങി. ഹലോ മഹിയളിയ, പനി കുറഞ്ഞോ എന്ന് പറഞ്ഞ് അതുൽ ഡോറിൽ തട്ടാൻ തുടങ്ങിയിട്ട് കുറച്ചു സമയമായി. അവൾ വസ്ത്രങ്ങൾ ധരിച്ചു കഴിഞ്ഞിട്ടും മഹാദേവൻ അവളെ കണ്ണ് ചിമ്മാതെ നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. എന്താ മഹിയേട്ട ഡ്രസ്സ് ധരിക്കാത്തത്? അതുലേട്ടൻ ഡോറിൽ തട്ടാൻ തുടങ്ങിയിട്ട് എത്ര സമയമായി? വേഗം ആ ബനിയൻ ഇട്ടെ, അവൾ വെപ്രാളത്തോടെ പറഞ്ഞു. അപ്പോഴും അവൻ അവളുടെ ശരീരത്തിലേക്ക് ചുഴുന്നു നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. എന്താ മഹിയേട്ട? അവൾ അവനെ പിന്നെയും വിളിക്കാൻ തുടങ്ങി. നിന്റെ ഈ ശരീരത്തിന് എന്ത് ഷേപ്പാണ്! നിന്റെ വയറ് കണ്ടാൽ വെണ്ണ പോലെ തോന്നും, ഒരു വശ്യഭാവത്തിൽ അവൻ അവളോട് പറഞ്ഞു. കുന്തം, നിങ്ങൾക്ക് എന്താ ചെവി കേൾക്കില്ലേ? അതുലേട്ടൻ ഡോറിൽ തട്ടുന്നത് കേട്ടില്ലേ? വേഗം ഡ്രസ്സ് ധരിക്കി. അവന്റെ ഡ്രസ്സ് തപ്പിപ്പിടിച്ചെടുത്ത് അവന് നൽകിക്കൊണ്ട് അവൾ പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ അവൻ അവന്റെ ഡ്രസ്സ് ധരിച്ചു. എന്നിട്ട് പതുക്കെ പോയി ഡോറ് തുറന്നു. ഡോറ് തുറന്നതും അതുൽ മഹാദേവനെ അടിമുടി ഒന്ന് നോക്കി. എന്താണ് അളിയ, പനിയായിട്ട് മുറിക്കകത്ത് കയറി നല്ല അധ്വാനമായിരുന്നു എന്ന് തോന്നുന്നു. ഒരു വഷളം ചിരിയോടെ മഹാദേവനെ നോക്കിക്കൊണ്ട് അതുൽ പറഞ്ഞു. ഒരു കള്ളച്ചിരിയോടെ അതുൽ മഹാദേവനെ അടിമുടി ഒന്ന് നോക്കി. അതുലിന്റെ നോട്ടം താങ്ങാനാവാതെ അവൻ മറ്റെവിടേക്കോ നോക്കി നിന്നു. മുഖത്തു നോക്കടാ. എന്താടാ നിനക്ക് എന്റെ മുഖത്തേക്ക് നോക്കാൻ ഒരു ബുദ്ധിമുട്ട്? അതുൽ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഒരു ചമ്മിയ ചിരി ചിരിച്ച് മഹാദേവൻ അതുലിനെ നോക്കി. അപ്പോഴേക്കും പുറകിൽ നിന്നും കാന്തി ആഞ്ഞൊന്ന് തുമ്മി. ആഹാ, നിന്റെ പനി നിന്റെ ഭാര്യയ്ക്ക് കിട്ടിയെന്ന് തോന്നുന്നു. സബാഷ്! ഉച്ചഭക്ഷണം വരെ വേണ്ട എന്ന് വെച്ച് നീ അവൾക്ക് നിന്റെ പനി പകർന്നു കൊടുക്കുകയായിരുന്നോ? അതുൽ അല്പം ഗൗരവത്തോടെ ചോദിച്ചു. അതിന് അവർ രണ്ടുപേരും ഒരു മറുപടിയും പറഞ്ഞില്ല. രണ്ടാളും ഇനി നിന്ന് താളം ചവിട്ടണ്ട, വാ ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് അതുൽ അവരെയും കൂട്ടി ഡൈനിങ് ടേബിളിലേക്ക് നടന്നു. 2 ദിവസത്തിന് ശേഷം ഒരു വൈകുന്നേരം ഭക്ഷണശേഷം മഹാദേവൻ വീടിന്റെ പുറത്തിട്ടിരുന്ന ഒരു ബെഞ്ചിൽ പോയിരുന്നു. അവന്റെ ഫോൺ പാടാൻ തുടങ്ങി. അച്ഛൻ കോളിംഗ്. അവൻ വേഗം തന്നെ ഫോൺ എടുത്തു. എന്താടാ മോനെ, നീ 2 ദിവസമായല്ലോ വിളിച്ചിട്ട്, എന്തു പറ്റിയടാ? ഒന്നുമില്ലച്ചാ, ചെറിയ തിരക്കുകളിൽ പെട്ടുപോയി. മഹാദേവൻ വളരെ വിനയത്തോടെ പറഞ്ഞു. എന്താ മോനെ നിന്റെ ശബ്ദം മാറിയിരിക്കുന്നത്? അച്ഛൻ ചോദിച്ചു. ചെറിയ പനി പിടിച്ചച്ചാ. ശീലമില്ലാത്ത കാലാവസ്ഥയല്ലേ, അതുകൊണ്ടായിരിക്കും പനി വന്നത്. എവിടെ നിന്റെ സഹധർമ്മിണി? അച്ഛൻ ചോദിച്ചു. അകത്തുണ്ട്. എന്തായി മോനെ, അവള് നിന്നെ സ്നേഹിച്ചു തുടങ്ങിയോ? അവൻ പതുക്കെ ഒന്ന് മൂളുക മാത്രം ചെയ്തു. ഈ മുക്കലും മൂളലും ഒന്നും എന്നോട് വേണ്ട എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ വാ തുറന്നു പറയടാ. ഗോപാലകൃഷ്ണന്റെ മോള് നിന്നെ പ്രാണനായി സ്നേഹിച്ചു തുടങ്ങിയോ? അയാൾ അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. ആ, അവൾക്ക് എന്നെ ഇഷ്ടമാണച്ചാ, മഹാദേവൻ പറഞ്ഞു. വെറുതെ ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ, നിന്നെ പ്രാണനായി അവൾ സ്നേഹിക്കണം. നീയില്ലെങ്കിൽ ജീവിതമില്ല എന്ന് അവൾ തീരുമാനിക്കണം. എങ്കിലേ നമ്മളുടെ ഉദ്ദേശം നടക്കൂ. പ്രാണനായി സ്നേഹിച്ച പുരുഷൻ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഉപേക്ഷിക്കുമ്പോൾ ഉണ്ടാവുന്ന വേദന
അത് അതിജീവിക്കാൻ അവൾക്ക് കഴിയരുത്. ആ വേദനയാൽ അവൾ ഉരുകിത്തീരണം എന്ന് പറഞ്ഞ് മറുവശത്തു നിന്നും ആർത്തു ചിരിച്ചു. ഇതിനൊന്നും ഒരു മറുപടിയും പറയാതെ മിണ്ടാതെ കേട്ടിരിക്കുകയാണ് മഹാദേവൻ. എന്താടാ മോനെ, നീ ഒന്നും മിണ്ടാത്തേ? നിന്റെ പഴയ വാശിയൊക്കെ എവിടെ പോയി? അയാൾ ചോദിച്ചു. അതിനൊന്നും മഹാദേവന്റെ കയ്യിൽ ഉത്തരമുണ്ടായിരുന്നില്ല. അച്ഛാ, എനിക്ക് വയ്യ, ഞാനൊന്ന് കിടക്കട്ടെ, പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ വെച്ചു. മനസ്സിൽ എന്തോ വലിയ ഭാരം കയറ്റിവെച്ചതുപോലെ മഹാദേവന് തോന്നി. ഇതേ സമയം അങ്ങകലെ തൃശൂരിൽ പ്രിയദർശന്റെ പൊട്ടിച്ചിരി ഉയർന്നു. ഫോൺ ഓഫാക്കിക്കൊണ്ട് അയാൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്താ പ്രിയേട്ടാ, ഏട്ടൻ നല്ല സന്തോഷത്തിലാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ഭാര്യയായ രാജശ്രീ അങ്ങോട്ട് വന്നു. രാജി, സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം എന്ന് പാടിക്കൊണ്ട് രാജിയെ പിടിച്ചു വട്ടം കറക്കാൻ തുടങ്ങിയ അയാൾ. അയ്യോ ഏട്ടാ, എന്റെ തല കറങ്ങുന്നു, വിടെന്നെ എന്നൊക്കെ അവൾ വെപ്രാളപ്പെട്ട് പറയാൻ തുടങ്ങി. അവളുടെ തല കറങ്ങി എന്ന് തോന്നിയതും പ്രിയൻ അവളെ സ്വതന്ത്രയാക്കി. എന്താ മനുഷ്യ, നിങ്ങൾക്ക് ഭ്രാന്തായോ? അവൾ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. ഹണിമൂണിനെ പറ്റി എന്താടി നിന്റെ അഭിപ്രായം? പ്രിയദർശൻ ചോദിച്ചു. ഹണിമൂണോ? നിങ്ങൾക്ക് എന്താ മനുഷ്യ, ഇന്ന് രാവിലെ തന്നെ കുടിച്ചു ബോധമില്ലാതായോ? രാജശ്രീ ചോദിച്ചു. ഞാൻ പച്ചക്കടി നിക്കണത് നീ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ രാവിലെ തന്നെ കുടിക്കുന്നത്. നിന്റെ തന്തയെ പോലെ കിടക്കപ്പായയിലിരുന്ന് കുടി തുടങ്ങുന്ന ശീലം എനിക്കില്ലടി. നിന്റെ തന്ത മാത്രമല്ല, ആങ്ങളമാരും അങ്ങനെ തന്നെയായിരുന്നു. കിടക്കപ്പായയിൽ നിന്ന് തന്നെ അന്നത്തെ കുടി തുടങ്ങും. നിങ്ങൾ എന്താ മനുഷ്യ, രാവിലെ തന്നെ എന്റെ മരിച്ചുപോയ അച്ഛനെയും ആങ്ങളമാരെയും തെറി വിളിക്കുന്നത്? രാജശ്രീ ചോദിച്ചു. നിന്റെ ചെറ്റ ആങ്ങളമാരെ തെറി വിളിക്കാൻ മാത്രം ചെറ്റയല്ലടി ഞാൻ. ഈ പാമ്പുങ്ങൽ പ്രിയദർശന്റെ ചിന്തയിൽ പോലും ആ നാറികളില്ല. നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായിട്ടും പറഞ്ഞുറപ്പിച്ച സ്ത്രീധന തുക തരാത്ത പട്ടികള്. എന്റെ വീട്ടിലെ പണം കൊണ്ടുവന്നിട്ട് വേണോ ഇവിടെ അരി മേടിക്കാൻ? രാജി ദേഷ്യത്തോടെ പറഞ്ഞു. അയ്യോ വേണ്ടായേ, എന്റെ ഈ സ്വത്ത് കണ്ടിട്ടല്ലടി നിന്റെ ആങ്ങളമാരി ഇല്ലാത്ത സ്ത്രീധനം പറഞ്ഞു നിന്നെ എന്റെ തലയിൽ കെട്ടിവെച്ചത്. കല്യാണം കഴിഞ്ഞപ്പോൾ പറഞ്ഞുറപ്പിച്ച സ്ത്രീധന തുക അവരങ്ങ് മറന്നു. നാറികൾ, പറഞ്ഞ വാക്കിന് വിലയില്ലാത്ത ചെറ്റകൾ. രാവിലെ തന്നെ ഇന്നത്തെ എന്റെ മൂഡ് പോയല്ലോ. എടി കഴുതേ, ഞാൻ ഹണിമൂണിനെ പറ്റി ചോദിച്ചപ്പോൾ അതിനുള്ള ഉത്തരം നീ പറഞ്ഞിരുന്നെങ്കിൽ വെറുതെ നിന്റെ ചത്തുപോയ തന്തയെയും ആങ്ങളമാരെയും രാവിലെ തന്നെ ഇങ്ങോട്ട് വരത്തേണ്ടി വരില്ലായിരുന്നടി. അതൊക്കെ പോട്ടെ, ഹണിമൂണിനെ പറ്റി എന്താ നിന്റെ അഭിപ്രായം? പ്രിയദർശന്റെ വാക്കുകൾ കേട്ട് അന്തം വിട്ടു നിൽക്കുകയാണ് രാജശ്രീ. എടി രാജി, പറയടി, എന്താടി നിന്റെ അഭിപ്രായം? അഭിപ്രായം പറയാൻ എന്റെ ജീവിതത്തിൽ ഹണിമൂൺ ഉണ്ടായെങ്കിലല്ലേ പറയാൻ പറ്റൂ. നിങ്ങളുടെ കൂടെയുള്ള ആദ്യ ദിനങ്ങളൊന്നും എനിക്ക് ചിന്തിക്കാൻ തന്നെ കഴിയുന്നില്ല. അത്രയ്ക്ക് വേദനാജനകമായിരുന്നു. സ്നേഹത്തോടെ ഒരു വാക്കുപോലും എന്നോട് സംസാരിച്ചിട്ടില്ല. പിന്നെ രാത്രിയാകുമ്പോൾ കുടിയും കഴിഞ്ഞു വന്ന് എന്തോ ജോലി ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ആവശ്യം തീർത്തു പോകും. അതല്ലേ നമ്മുടെ ഹണിമൂൺ ആയിരുന്നത്. എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയാനില്ല, രാജശ്രീ പറഞ്ഞു. ആണോ? എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ വേണിമോളുടെ വിവാഹം കൂടി കഴിയട്ടെ. നമുക്ക് രണ്ടുപേർക്കും ദുബായിലേക്കോ മലേഷ്യ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലേക്കോ ഒരു ഹണിമൂൺ യാത്ര പോകാം. നിന്റെ പരാതി അങ്ങ് തീരട്ടെ, മഹാദേവൻ പറഞ്ഞു. ഓ, ഈ വയസ്സുകാലത്തല്ലേ ഇനി ഹണിമൂണ്, അതും ഇയാളുടെ കൂടെ? രാജി മനസ്സിൽ ചിന്തിച്ചു. മഹിമോൻ ഇപ്പോൾ ഹണിമൂണിലാണല്ലോ. ആ സൂര്യകാന്തി പെണ്ണ് അവനെ സ്നേഹിച്ചു തുടങ്ങിയെന്നാവാൻ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അധികം വൈകാതെ തന്നെ അവർ ഇങ്ങോട്ട് വരും. അത് കഴിഞ്ഞാണ് യഥാർത്ഥ വെടിക്കെട്ട്. ആർത്തു ചിരിച്ചുകൊണ്ട് മഹാദേവൻ പറഞ്ഞു.